പത്തനംതിട്ട കോട്ടകളിൽ യുവതിയെ പങ്കാളിയുടെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നസീർ കുറ്റക്കാരെന്ന് കോടതി. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. തടിക്കച്ചവടക്കാരൻ നസീർ യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം ഒരു പ്രതികരണത്തിൽ ജഡ്ജി പറഞ്ഞു ശനിയാഴ്ചത്തേന് വിധി പറയുന്ന പറഞ്ഞേക്കുന്നത്. ആൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആളെ ഇപ്പോൾ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ക്രൈംബ്രാഞ്ചുകാരോടാണ്. നല്ലവരായ ക്രൈംബ്രാഞ്ചുകാർ, നല്ല മനസ്ഥിതിയും അതുപോലെ അവർ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥമുള്ള ക്രൈംബ്രാഞ്ചുകാരാണ് ഇത് അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് കേസ് പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ജയിലിലായി പോയിരിക്കാം. ഈ നെയ്മൺ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും മാന്യനായിട്ടില്ല നടന്നിരിക്കാം. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചെന്ന് ഷിജോ ഒരു പോലീസിന്റെ ക്രൂരത കൂടി കണ്ട നിർസാക്ഷ്യം വഹിച്ചൊരു കേസ് കൂടിയായിരുന്നു. ഇല്ലാത്ത, അതായത് നിരപരാധിയെ പ്രതി ചേർത്ത് ഒരുപാട് പീഡിപ്പിച്ച് പ്രതിയാക്കാൻ നോക്കിയ കേസിൽ ക്രൈംബ്രാഞ്ചാണ് സത്യം പുറത്തു കൊണ്ടുവന്നത്. എന്താണ് കേസിന്റെ പശ്ചാത്തലം? എന്തൊക്കെ തെളിവുകളാണ്, എന്തൊക്കെ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്? സുഹൈലെ, ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടന്ന ഒരു കൊലപാതകമാണ് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്നത്. അതിനകത്ത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റ് മാത്രമല്ല, പോലീസിന്റെ വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ട്. പോലീസ് ഒരു നിരപരാധിയെ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമാക്കിയ സാഹചര്യം ഈ കൊലപാതകത്തിന് കോട്ടാങ്ങൽ കൊലപാതകത്തിന് പിന്നിലെ വലിയൊരു കഥയുണ്ട്. അതായത് 2019 ഡിസംബർ മാസം 15-നാണ് ഈ സംഭവം നടക്കുന്നത്. 26 വയസ്സുകാരിയായിട്ടുള്ള ടിഞ്ചു മൈക്കിളാണ് കൊല്ലപ്പെട്ടത്. ടിഞ്ചു മൈക്കിൾ തന്റെ പങ്കാളിയൊത്ത് ടിഞ്ചു മൈക്കിളിന്റെ പങ്കാളിയുമൊത്ത് കോട്ടാങ്ങലിലെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ടിഞ്ചുവിന്റെ പങ്കാളി വീട്ടിൽ നിന്ന് പോയ ദിവസം ആ സമയത്ത് ടിഞ്ചു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ടിഞ്ചുവിന്റെ പങ്കാളിയുടെ അച്ഛൻ കാണുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതൊരു ആത്മഹത്യയാണ് എന്ന് ആ നാടും പോലീസും ഒക്കെ വിധി എഴുതുന്നു. അതിനുശേഷം ടിഞ്ചുവിന്റെ മാതാപിതാക്കൾ തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. അതിന് പിന്നാലെയാണ് ഇതിനകത്ത് ടിഞ്ചുവിന്റെ പങ്കാളിയായിട്ടുള്ള ടിബിനിലേക്ക് അന്വേഷണം പോകുന്നത്. പോലീസും നാട്ടുകാരും ടിഞ്ചുവിന്റെ മാതാപിതാക്കളും അടക്കം ടിഞ്ചുവിന്റെ പങ്കാളിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ടിഞ്ചുവിന്റെ പങ്കാളിയെ പോലീസ് മാസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുന്നു. പങ്കാളിയെ ആവർത്തിച്ച് പോലീസിനോട് പറയുന്നുണ്ട് താനിത് ചെയ്തതല്ല എന്നുള്ളത്. പക്ഷേ പോലീസ് പങ്കാളിയാണ് ഈ കൊലപാതകം നടത്തിയെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഈ അന്വേഷണം ഒരു വഴിമുട്ടുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തോടുകൂടിയാണ് ഇതൊരു ആത്മഹത്യ മാത്രമല്ല, ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഈ കൊലപാതകം നടത്തിയ സ്ഥലവും സാഹചര്യവും ക്രൈംബ്രാഞ്ച് വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നു. അതിനകത്ത് ടിഞ്ചുവിന്റെ പങ്കാളിയെ ചോദ്യം ചെയ്യുന്നു. അതിനകത്ത് ടിഞ്ചുവിന്റെ പങ്കാളി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കൃത്യമായിട്ട് പറയുന്നു. പിന്നീട് ഈ സാഹചര്യം, ഈ സ്ഥലവും സാഹചര്യ തെളിവുകളും ഒക്കെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചതോടുകൂടിയാണ് ടിഞ്ചുവിനെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതിനു ശേഷം കയർ ഉപയോഗിച്ച് മുറിയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഈ ടിഞ്ചുവിനെ കൊലപ്പെടുത്തിയത് കയറിന്റെ കെട്ട് എന്ന് പറയുന്നത് ഈ തടിപ്പണി ചെയ്യുന്ന ആളുകൾ കെട്ടുന്ന രീതിയിലുള്ള ഒരു കെട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ടിഞ്ചുവിനെ കെട്ടിത്തൂക്കി മുറിയിൽ തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ഈ കെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തടിപ്പണിക്കാരനായിട്ടുള്ള നസീർ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാകുന്നത്. ആ ചോദ്യം ചെയ്യലാണ് നസീർ ഈ കുറ്റം മുഴുവൻ സമ്മതിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ കൊലപാതകം നടന്ന് 6 മാസത്തോളം ടിഞ്ചുവിന്റെ പങ്കാളി അതിക്രൂരമായിട്ട് പോലീസിന്റെ പീഡനത്തിന് ഇരയാകേണ്ടി വരുന്നു. അതിനുശേഷം 20 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കൊലപാതകമായിട്ടുള്ള നസീറിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത്. എന്തായാലും ആ കേസിലാണ് വർഷങ്ങൾക്ക് ഇപ്പുറം പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്നിപ്പോൾ നസീർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിനകത്ത് ഈ നസീറിന്റെ ശിക്ഷ എന്താണ് എന്നുള്ളത് ഈ വരുന്ന ശനിയാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ കൊലപാതകമായിരുന്നു 2019 ഡിസംബർ മാസം 15-ാം തീയതി നടന്നത്. ടിഞ്ചു കല്യാണം കഴിഞ്ഞ് വിവാഹിതയായിട്ട് താമസിക്കുകയായിരുന്നു. അതിനുശേഷം ആ വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് തന്റെ സ്കൂളിലെ സുഹൃത്തിനൊപ്പം ജീവിക്കാൻ ഇറങ്ങി വരികയും അവിടെ വെച്ച് ടിഞ്ചുവിനെ ഈ പറയുന്ന നസീർ ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.